എല്ലാവർക്കും മറ്റൊരു വീട്ടിൽ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോണത് ഒരു സർപ്രൈസ് ആയിട്ടൊരു സ്ഥലത്താണ്. നമുക്ക് എത്തിയിട്ട് കാണിച്ചു തരാം. രാവിലെ നല്ലൊരു മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ എപ്പോഴാണ് തിരിച്ച് പെയ്യണേന്ന് അറിയില്ല. ഇന്ന് ഇവന് വിശ്രമമാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഓട്ടോറിക്ഷയിലാണ് ഇവിടുന്ന് തിരുമല വരെ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ വേറെ രണ്ടുപേരും കൂടി ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ അവിടെ കാത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് യാത്ര കാറിലാണ്. അപ്പം ഞങ്ങൾ അവിടെ കണ്ടു. അവിടുന്ന് ഒരുമിച്ച് ഞങ്ങൾ കാർ ഊബർ വിളിച്ച് പുഞ്ചക്കരി ഷാപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ നല്ല രസമുണ്ട് ഷാപ്പും പരിസരവും ഒക്കെ കാണാൻ. പിന്നെ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം പരിസരവും ഷാപ്പും ഒക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്ന്. ഇത് നല്ല തിരക്കായിരുന്നു. മറ്റേ സീറ്റ് കിട്ടാനായിട്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ക്യാബിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിന്നു. പിന്നെ ക്യാബിൻ ഫ്രീ ആയപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. മാള് ഇതിനു മുമ്പ് ഷാപ്പിൽ ഇങ്ങനെ കള്ളു കുടിക്കാൻ വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാ? എങ്ങനെയുണ്ടെന്നിട്ട്? കള്ളു വന്നല്ല, കള്ള അതിനുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. ഓർഡർ ചെയ്തു. ആദ്യം കള്ള് വന്നു, പിന്നെ പോർക്ക് വന്നു, പിന്നെ കപ്പ വന്നു, അപ്പം വന്നു, പിന്നെ കൊഞ്ച് വന്നു, മീൻകല വന്നു, ഞണ്ട് വന്നു, ബിരിയാണി വന്നു. മാളു എക്സ്പീരിയൻസ് വളരെ നല്ല experience. ഞണ്ട് മുട്ടക്കറി പോലെ ഉണ്ടായി. കപ്പ കൊള്ളില്ല. കൊഞ്ച് കൂപ്പറ അറിയില്ല. ഓയിൽ അങ്ങനെ തന്നെയാണ്. പോർക്ക് ഷാപ്പിൽ പിന്നെ വന്നിട്ട് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷാപ്പിന്റെ ഏരിയ അങ്ങനെ ലാസ്റ്റ് എന്താണ് ഷാപ്പിൽ പോയിട്ടുള്ള മാളിന്റെ അഭിപ്രായം? അത് ആ വണ്ടി പോയി പറ. കഴിഞ്ഞിട്ട് ബില്ല് കണ്ടപ്പോ ഇതിലെ കൂടെ ഒക്കെ തീ പോയി. 4230 രൂപ. കപ്പയും 2 കപ്പയും 1 ഞണ്ടും 1 കൊഞ്ചും 1 പോർക്കും പിന്നെ ഒരു ഇച്ചിരി മുയലും മേടിച്ചു. ഒരു മീൻതല, ഒരു മീൻതലയ്ക്ക് കൂടെ 4283 രൂപ. 4 കുപ്പികളില്. 4 കുപ്പി കള്ള്. അത് അത് ഇച്ചിരി കൂടുതലാണോ? അത് കൂടുതലാണ്, തീർച്ചയായിട്ടും കൂടുതലാണ്. ഇപ്പൊ എന്നിട്ട് നീയൊക്കെ എന്തിനാ അങ്ങോട്ട് പോയേന്ന് ചോദിക്കും. പൈസ കൂടുതൽ നീയൊക്കെ എന്തിനാ പോയിട്ടിരിക്കും. ഇത്രയാണെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാൾ വരണേ. അതിന് മെനു കാർഡ് ഒന്നും തരുന്നില്ലല്ലോ. നമുക്ക് അവർ പറയുന്ന സാധനം നമ്മൾ ഓർഡർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വീട്ടിൽ ഇരുന്നൂടെ എന്ന് ചോദിക്കുന്നവരോടാണ് ഈ മറുപടി ഞാൻ പറഞ്ഞത്. പിന്നെ ടേസ്റ്റ് എങ്ങനെ? ടേസ്റ്റ് കൊള്ളാവുന്നത് കൊഞ്ച് മാത്രമായിരുന്നു. കൊഞ്ച് കൊള്ളായിരുന്നു. പിന്നെ നെക്സ്റ്റ് കൊള്ളായിരുന്നു. പിന്നെ എന്ത് കൊള്ളാതെ മുയലിനകത്ത് മൊത്തം ഇല്ലായിരുന്നു. മുയലിന്റെ മാംസം അങ്ങനെയാണ്, എല്ലാം. പിന്നെ മീൻതല ആവറേജ്. കപ്പ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഞണ്ടിനകത്ത് മൊത്തവും മറ്റേ മുട്ടക്കറിയുടെ മസാലയ്ക്കാണ് ഞണ്ട് ഫ്രഷും അല്ല. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായി. കള്ളിനെ പറ്റി എന്താ അഭിപ്രായം? കള്ള് മധുരം പറഞ്ഞിട്ട് മധുരം ഉണ്ടായി. ചെറിയ മൊത്തം പൊടിയായിരുന്നു.
അത് നീ കള്ള ആദ്യമായിട്ടാണോ കുടിക്കണേ? കള്ളന് ഓക്കെ. സ്ഥലം കൊള്ളാം, നിറയെ വെള്ളവും. സ്ഥലം കൊള്ളാല്ലേ? പെരിന്തൽമണ്ണ. ആ, അത് കൊള്ളാം. നമ്മള് നമ്മള് കൊള്ളാം. നമ്മള് നമ്മുടെ വണ്ടിക്ക് വന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ ഇവിടെ രണ്ട് കേസരികളാണ്. കേസരികൾക്ക് എനിക്ക് ഫൈനൂടെ കൊടുക്കാൻ ഞങ്ങളുടെ ഈ നിവർത്തിയില്ല. നമ്മള് പിന്നെ ഷാപ്പിൽ വന്നത് കുർബാന അല്ലാണ്ടല്ലോ, കള്ളു കുടിക്കാനല്ലേ.